ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്യൂൺ തസ്തികയിലേക്ക് MTS തസ്തികയിലേക്ക് ഇപ്പോൾ DSSSB പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ പറയാൻ പോകുന്നത്. DSSSBയുടെ MTS പോസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 5100ഓളം ഒഴിവുകളുമായിട്ട് ഇപ്പോൾ പുതിയ രണ്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് 8/2/2024 മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന വിജ്ഞാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം താഴെ അപ്ലൈ ചെയ്യാൻ ലിങ്കും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടി ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 500-ലധികം ഒഴിവുകളാണ് ഇതിലുള്ളത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആൻഡ് ഡ്രോയിങ് ടീച്ചർ വിഭാഗത്തിലേക്ക് 5100-ലധികം ഒഴിവുകളുമായിട്ട് രണ്ട് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ ബോർഡ് സർവീസ് സെലക്ഷൻ ബോർഡ് DSSSB എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വേണ്ടിയിട്ടാണ്. അതിൽ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ 194 ഒഴിവുകൾ, സോഷ്യൽ വെൽഫെയറിലാണെങ്കിൽ 99 ഒഴിവുകൾ, ട്രെയിനിങ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ 86 ഒഴിവുകൾ, പിന്നെ പ്രിൻസിപ്പൽ അക്കൗണ്ട്സ് ഓഫീസ് വിഭാഗത്തിലേക്ക് 64 ഒഴിവുകൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റിൽ 32 വേക്കൻസികൾ, അതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് 16 വേക്കൻസികൾ, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിലേക്ക് 13 വേക്കൻസികൾ, അതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വിഭാഗത്തിലേക്ക് 13 വേക്കൻസികൾ, പിന്നെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 13, അതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് ട്രെയിനിങ് UTCSലേക്ക് 12, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 7, അതുപോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് 6 വേക്കൻസി, ലോ ആൻഡ് ജസ്റ്റിസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അഫെയറിലേക്ക് 5 വേക്കൻസി, ഡയറക്ടർ ഓഫ് ഓഡിറ്റിലേക്ക് 4 വേക്കൻസി, ഡൽഹി ആർക്കീവിലേക്ക് 3 വേക്കൻസി, മൊത്തം 567 വേക്കൻസികളാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വരുന്നത് MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ 18,000 മുതൽ 56,900 വരെ ശമ്പള സ്കെയിലുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് SC/STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ നിന്നും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിലേക്കും പറഞ്ഞിരിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് വന്ന വേക്കൻസികൾ ഓരോ വിഭാഗത്തിലേക്കും വന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസും അതിൻ്റെ ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് വെറും 100 രൂപ മാത്രമായിരിക്കും ഈ MTS പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസ്. അതുപോലെ വുമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ എക്സാം പാറ്റേൺ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സാം പാറ്റേൺ നിങ്ങൾ നോക്കുക. ജനറൽ അവയർനെസ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻസ് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആൻഡ് ഡ്രോയിങ് ടീച്ചർ വിഭാഗത്തിലേക്ക് 8/2/2024 മുതൽ 8/3/2024 വരെ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. ഏകദേശം അതിലേക്ക് ടോട്ടൽ വേക്കൻസികൾ 5118 വേക്കൻസികളാണ് ടോട്ടൽ. അപ്പോൾ മൊത്തം നിങ്ങൾക്ക് ഈ ഒരു ടീച്ചിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് TGT മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ വരുന്നത് സോഷ്യൽ സയൻസ്, അതുപോലെ നാച്ചുറൽ സയൻസ്, ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദി ഉണ്ട്, സംസ്കൃതം ഉണ്ട്, ഉറുദു ഉണ്ട്, അതുപോലെ അറബിക്ക്, പിന്നെ ഡ്രോയിങ് ടീച്ചർ മൊത്തം 527 വേക്കൻസികളാണ് ഡ്രോയിങ് ടീച്ചർക്കുള്ളത്. അങ്ങനെ മൊത്തം വരുന്നത് 5118. അപ്പോൾ ടീച്ചിങ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ താഴെയുള്ള നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ടോട്ടൽ എത്ര വേക്കൻസികളുണ്ട്, നിങ്ങളുടെ കാറ്റഗറിപ്പെട്ട ആൾക്ക് ഓരോ കാറ്റഗറിക്കും വ്യത്യസ്തമായിട്ടുള്ള
ഒഴിവുകളാണ്, അത് നോക്കാം. അതിനുശേഷം ഡിഗ്രിയും അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി വേണ്ടത്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതുപോലെ ഇതിലെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് നിങ്ങൾക്ക് DSSBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനിലും നിങ്ങൾക്ക് ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് DSSBയുടെ online.nic.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇങ്ങനെയായിരിക്കും ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ആ വിൻഡോയിൽ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിൽ കൊടുക്കുകയാണ് വേണ്ടത്. കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫീ അടക്കുക. അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക, പിന്നെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും ഈ ഒരു 2 നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നോട്ടിഫിക്കേഷൻ്റെയും താഴെ ഡിസ്ക്രിപ്ഷനിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.